നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പിതൃപൂജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ തന്നെ മരണശേഷം നടക്കുന്ന കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യ അവസാനം ഒന്ന് വിശദീകരിച്ച് പോവുകയാണ്. മരണശേഷം ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം, ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. അതായത് നമ്മൾ മരിച്ച ശേഷം നടക്കുന്ന കർമ്മങ്ങൾ, അതിനുശേഷം അതിൻ്റെ സഞ്ചയനം, സപിണ്ഡീകരണം, അതുപോലെ തന്നെ ഇതിൻ്റെ ദോഷങ്ങൾ, മരണസമയത്തുണ്ടാകുന്ന ദോഷങ്ങൾ, വസ്തുപഞ്ചകദോഷം ദോഷങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് പോകാനാണ് വരുന്നത്. കാരണം ഇന്ന് ഞാൻ പോയ ദിവസം തന്നെ, ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ തന്നെ അവിടെ ഈ ഒരു കർമ്മി വന്നിട്ട് വസ്തുപഞ്ചക ദോഷം ഉണ്ട്, അതുകൊണ്ട് ആ വീട്ടിൽ 5 മരണം നടക്കും എന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. വസ്തുപഞ്ചകദോഷം സാധാരണ ഒട്ടപ്പാതി, ചതയം, പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി പറയുന്നുണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും 5 മരണം എന്നുള്ളൊരു വസ്തുതയില്ല. എല്ലാവരും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് അവർ സംശയം ധാരാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരവും കൂടിയായിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്തത്. അതിനകത്ത് പലതരം കാര്യങ്ങൾ ഞാൻ അത്യാവശ്യം പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാം നമ്മുടെ ആചാര്യന്മാരോട് ചോദിച്ചും പല പുസ്തകങ്ങൾ റെഫർ ചെയ്തുമാണ് ഞാൻ ഈ മാക്സിമം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഈ ദോഷങ്ങളെക്കുറിച്ചും അതുപോലെ പുലവാലായ്മകളെക്കുറിച്ചും, ചില ആളുകൾക്ക് 10 ദിവസം പുല, ചില ആളുകൾക്ക് 16 ദിവസം പുല, അതെങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചും, അങ്ങനെ സമഗ്രമായി നമ്മൾ ആദ്യാവസാനം മരണം തൊട്ട് നടത്തേണ്ട കർമ്മങ്ങൾ ആദ്യാവസാനം ഒന്ന് സമഗ്രമായി ചെയ്തു പോവുകയാണ്. നമുക്കതിലേക്ക് കിടക്കാം. ആദ്യം മരണത്തിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാറ് സാധാരണ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു വീട്ടിൽ മരണം നടന്നാൽ പിന്നെ ആ മൃതശരീരം നമ്മൾ കട്ടിലിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടിലിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി കിടത്തുകയാണ് വേണ്ടത്. താഴത്തേക്ക് ഇറക്കി കിടത്തുമ്പോൾ ആ നിലം ചെറിയ ചാണകം കൊണ്ടൊന്ന് മെഴുകി അതിൽ ദർഭ വിരിച്ച് എള്ള് വിതറി അതിൻ്റെ പുറത്താണ് ഈ മൃതശരീരം കിടത്താറ്. തല തെക്കോട്ടാക്കി പാദങ്ങൾ രണ്ടും ഒരു തുണിനൂല് കൊണ്ട് കെട്ടി കൈകൾ നാഭിയിൽ പിണിച്ച് കണ്ണുകൾ അടച്ച് തലയ്ക്കൽ ഒരു നിലവിളക്ക് കൊളുത്താറുണ്ട്. നിലവിളക്ക് കൊളുത്തി രണ്ട് സൈഡും 4 സൈഡിലും ഈ ചിരട്ട കട്ട് ചെയ്ത് അതിൻ്റെ വെള്ളം കളഞ്ഞ് എണ്ണ ഒഴിച്ച് എള്ള് കിഴി കെട്ടി കത്തിച്ച് വയ്ക്കാറുണ്ട്. അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ പുകച്ച് വയ്ക്കാറുണ്ട്. ചുറ്റും അക്ഷതം 2 പിടി അരിക്ക് 1 പിടി നെല്ലെന്നാണെങ്കിൽ അക്ഷതം ഒരു വര പോലെ ചുറ്റും വരച്ച് വെക്കണം. ഇങ്ങനെ മരിച്ച ഒരാളുടെ വീടുകളിൽ ഭാഗവതം വായിക്കുന്നതും നാരായണ മന്ത്രം ജപിക്കുന്നതും അത്യുത്തമമാണ്. അത് ആ വീട് ശരി ആ ഒരു ആത്മാവിന് സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു കൊടുക്കുമെന്ന് പറയാറുണ്ട്. അതും വളരെ നല്ലതാണ്. അപ്പം അതിനുശേഷം നമ്മുടെ കർമ്മി വന്നു കഴിഞ്ഞാൽ, ആരാണോ കർമ്മം ചെയ്യുന്നത് അയാൾ കർമ്മി വന്നു കഴിഞ്ഞാൽ മൃതശരീരത്തെ കുളിപ്പിച്ച് പുതിയ കോടി വസ്ത്രം ധരിപ്പിച്ച് അതിൽ തലയും പാദവും പുറത്ത് കാണത്തക്ക രീതിയിൽ കോടി വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധ മാലകളൊക്കെ ധരിപ്പിച്ച്, അതുപോലെ തന്നെ പറഞ്ഞ ചന്ദനത്തിരി അതുപോലെ കത്തിച്ച് വയ്ക്കുക, പിന്നെ ഭസ്മം ലേപനം ചെയ്യുക. അങ്ങനെ എല്ലാം ഈ മൃതശരീരം അലങ്കരിച്ച് ഇത് കുളിപ്പിച്ചതിന് ശേഷം അലങ്കരിച്ച് തെക്കോട്ട് തലവെച്ച് കിടത്താവുന്നതാണ്. ആ തലയ്ക്കലൊരു വിളക്കും കൊളുത്തി വയ്ക്കുക. കർമ്മി വന്ന ശേഷം പിണ്ടകർത്താവ്, ഈ കർമ്മം ചെയ്യുന്ന ആൾ പിണ്ടകർത്താവ് എന്നാണ് പറയുന്നത്. പിണ്ടകർത്താവ് പവിത്രമിട്ട് മന്ത്രങ്ങൾ ജപിച്ച ശേഷം വടക്കോട്ട് തിരിഞ്ഞ് ഈ മരിച്ച ആളുടെ മൃതശരീരത്തിനരികെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെവിയിൽ ദർഭ തുടിയിച്ച് കർണസൂക്ത മന്ത്രം ചൊല്ലാറുണ്ട്. അതിനുശേഷം നമ്മൾ 3 പിണ്ടങ്ങൾ വയ്ക്കാറുണ്ട്. ബ്രഹ്മപിണ്ഡം, രുദ്രപിണ്ഡം, വിഷ്ണുപിണ്ഡം, 3 പിണ്ടങ്ങൾ സമർപ്പിച്ച് അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ പീഠത്തിന്മേൽ ഈ പട്ട് അല്ലെങ്കിൽ തോർത്ത്
പട്ട് വിരിച്ച് അതിൽ വെറ്റില അടയ്ക്ക, ഒരു പട്ട് നൂല്, രാമച്ചം, ചന്ദനം, കൂർച്ചം ഇതെല്ലാം വെച്ച് പൂജ ചെയ്യാറുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് കർമ്മി വന്നു കഴിഞ്ഞാൽ ആദ്യം 3 നമ്മൾ വിളക്ക് വെക്കണം. അത് പടിഞ്ഞാറ് ഗണപതിക്കും, നടുക്ക് പ്രേതത്തിനും, കിഴക്ക് വശത്തായിട്ട് ഗുരുവിനുമാണ് 3 വിളക്ക് വയ്ക്കുന്നത്. കർമ്മം നടത്തുന്നതിൻ്റെ എവിടെയോ അവിടെ 3 വിളക്ക് വയ്ക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ വിളക്കിന് പകരമായിട്ട് പീഠവും വയ്ക്കാറുണ്ട്. പീഠത്തിൽ പട്ട്, അതുപോലെ തന്നെ പട്ടോ തോർത്തോ വിരിച്ച് അതിന് മുകളിൽ അരി, എള്ള് വിരിച്ച് അതിന് മുകളിൽ നാളികേരം വെച്ച് അതിന് മുകളിൽ കൂർച്ചം വെച്ച് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ഓരോ സ്ഥലകാലങ്ങളനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് തന്നെ പല സ്ഥലങ്ങളിൽ പല രീതികളിലായിരിക്കും. ഇത് ഈ ഗരുഡ പുരാണം തുടങ്ങിയ ആ പുരാണങ്ങൾ പറയുന്ന കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ഒത്തിരി മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് കർമ്മങ്ങളും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരേണ്ടതാണ്, വരുത്തുന്നതാണ്. കാരണം മുന്നേയൊക്കെ വീടുകളിൽ ധാരാളം സ്ഥലങ്ങളുണ്ടാവും. അവരുടെ വീടുകളിൽ തന്നെയായിരിക്കും മിക്കവാറൊക്കെ ദഹിപ്പിക്കുക, ചിതയെടുക്കുന്നതൊക്കെ വീടുകളിൽ തന്നെയായിരിക്കും. ഇന്നത്തെ കാലത്ത് വീടുകളിലൊന്നും ഈ പറഞ്ഞ ചിത ഒരുക്കുക എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മിക്കവാറും എല്ലായിടത്തും ഈ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി ആയാലും ശ്മശാനങ്ങളാണ് മെയിനായിട്ടുണ്ടാവുക. ശ്മശാനത്തിലേക്ക് മുന്നേ പോലെ ആളുകൾ ചുമന്നു പോകുന്നതെല്ലാം ആംബുലൻസിൽ കൊണ്ടുപോയി ഇറക്കുകയാണ് ചെയ്യാറ്. മുന്നേ ആണ് ഈ ചുമന്ന് ആളുകളെല്ലാം പോകാറ്. ഇപ്പോൾ ആംബുലൻസ് വരെ ചുമക്കാറുള്ളൂ, പിന്നീട് അങ്ങോട്ട് പോവുകയാണ് പതിവ്. അപ്പോൾ അതെല്ലാം മനസ്സിൽ കണ്ടു ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമുക്ക് കാലോചിതമായ മാറ്റങ്ങളെല്ലാം ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് ഈ 3 പിണ്ടം സമർപ്പിച്ച ശേഷം നമുക്ക് മൃതശരീരം ശ്മശാനത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു ഹോമകുണ്ഡം തയ്യാറാക്കി അഗ്നി കൂട്ടി മന്ത്രങ്ങൾ ജപിച്ച് ചമതയൊക്കെ വെച്ച് മന്ത്രങ്ങളെല്ലാം ജപിച്ച ശേഷം ഒരു നമ്മുടെ മൺചട്ടി